ഈ ദോശയ്ക്ക് മാവരച്ച് പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരച്ച ഉടനെ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കിഡിലൻ ദോശയാണ് കേട്ടോ. തക്കാളിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ഇതിലെല്ലാം നമ്മൾ പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ കാശ്മീരി ചില്ലി ഞാനേ ഒരു 5 എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുക. 15 മിനിറ്റ് വെച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് കടലമാവ് വേണം. 1 കപ്പ് അരിപ്പൊടി വേണം. ഏത് അരിപ്പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഒരു 1/2 കപ്പ് തൈരും 3/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നിടത്ത് വ്യത്യാസം വരും നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ടോ. ഇത് നമ്മൾ ബേക്കിംഗ് സോഡയോ അതുപോലെ ഉഴുന്നോ ഒന്നുമല്ല ചേർക്കുന്നത്, പകരം ഈനോ ആണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈനോ ചേർക്കുമ്പോഴേ മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറിൻ്റെ അസ്വസ്ഥതയൊന്നും ഈനോ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്തതിന് ശേഷം മുകളിൽ അല്പം നെയ്യോ ഓയിലോ ഒക്കെ ചേർത്ത് നല്ല പോലെ ക്രിസ്പിയാക്കി എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചട്നി ഉണ്ടല്ലോ, തേങ്ങ ഇല്ലാണ്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.